പോലീസ് ഇപ്പോൾ 2-3 ദിവസമായി ഇവിടെ തന്നെയാണുള്ളത്. പിന്നെ എത്താൻ വൈകി എന്ന് പറയാൻ പോലീസ് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളിപ്പോ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് ചോദ്യം ഉത്തരം ചെയ്യില്ല. അതിനുള്ളൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് മറ്റന്നാളൊരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. അതെ, വിദ്യാർത്ഥി പ്രതിനിധികളെയും രാഷ്ട്രീയ പ്രതിനിധികളെയും ഒക്കെ മീറ്റിംഗ് വെള്ളിയാഴ്ച എന്റെ ഓഫീസിൽ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കോളേജ് അധികൃതരും വരും, പങ്കെടുക്കും. കണ്ണൂർ തോട്ടടയിലുള്ള ITIയിൽ KSU SFI വിഭാഗം ചേരിതിരിഞ്ഞ് പോരാടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായി പോലീസിന്റെ പിക്കറ്റിംഗ് ഉണ്ട്. എന്നാൽ പോലീസിന്റെ പിക്കറ്റിങ്ങിനെ ഭേദിച്ചുകൊണ്ട് തന്നെ, അഥവാ അതിനെ വകവയ്ക്കാതെ തന്നെയാണ് SFIക്കാരും KSUക്കാരും നേർക്ക് നേർ നിന്ന് പോർ വിളിച്ചുകൊണ്ട് പോരടിക്കുന്ന കാഴ്ച നാം കാണുന്നത്. ഈ വിഷയത്തിൽ ACPയുടെ ഒരു പ്രതികരണമുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യേണ്ടതില്ല, ഇവിടെ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. KSU SFI സംഘർഷങ്ങൾ അതേ രീതിയിൽ തന്നെ പറഞ്ഞു തീർക്കുവാനോ അല്ലെങ്കിൽ കുട്ടികൾ കൂടുതൽ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകാതിരിക്കുവാനോ ഇവിടെ കൃത്യമായ പോലീസ് പിക്കറ്റിംഗ് ഉണ്ട് എന്നാണ് ACP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എന്നാൽ പോലീസ് നിൽക്കുമ്പോൾ തന്നെ SFI പ്രവർത്തകർ KSUക്കാരെ മർദ്ദിച്ചല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പോലീസ് ഇവിടെ നിന്ന് എവിടെയും പോയിട്ടില്ല, പോലീസ് ഇവിടെ നിലവിലുണ്ട്. സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അതായത് KSUയും SFIയും തമ്മിൽ പരസ്പരം ഒരു സംഘർഷം ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം ആത്മസംയമനത്തോടു കൂടി തന്നെയാണ് പോലീസ് ഇവിടെ നിലകൊള്ളുന്നത്. പോലീസ് പിക്കറ്റിംഗ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അസുഖകരങ്ങളായ സംഭവങ്ങൾ ഉണ്ടാകും എന്നാരും പ്രതീക്ഷിക്കേണ്ട. എന്നാൽ പോലീസ് നിഷ്ക്രിയത്വമായി നിൽക്കുന്നു. പോലീസിന്റെ നിഷ്ക്രിയത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നവരോട് മറ്റൊന്നും പറയാനില്ല. നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല, എന്നെ ഇന്റർവ്യൂ ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് തെല്ലൊരു നീരസ സ്വരത്തിൽ ACP സംസാരിച്ചത്. എന്തായാലും കണ്ണൂർ തോട്ടടയിൽ 2-3 ദിവസമായി KSU SFI സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്നു. ITIയിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ വിദ്യാർത്ഥി സമൂഹം 2 ചേരികളിലായി തിരിഞ്ഞ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ശാശ്വതമായൊരു പരിഹാരം കോളേജിന്റെ തലത്തിൽ നിന്നും ഉണ്ടാകും. അതുവരെയും ഇപ്പോൾ ക്ലാസ് നടക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പോലീസും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നു. എന്നാൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഒഴിവാക്കിക്കൊണ്ട് ഇരുവിഭാഗം വിദ്യാർത്ഥികളെയും സമന്വയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അഥവാ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ACP മാധ്യമങ്ങളോട് പറഞ്ഞത്. ACP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സംസാരിച്ചപ്പോൾ കോളേജിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അനിശ്ചിതകാലത്തേക്ക്. ഒരു മീറ്റിംഗ്, സർവകക്ഷി മീറ്റിംഗിൽ ചേർന്നിട്ട് ഒരു തീരുമാനത്തെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് മറ്റന്നാളൊരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. അതെ, വിദ്യാർത്ഥി പ്രതിനിധികളെയും രാഷ്ട്രീയ പ്രതിനിധികളെയും ഒക്കെ മീറ്റിംഗ് വെള്ളിയാഴ്ച എന്റെ ഓഫീസിൽ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കോളേജ് അധികൃതരും വരും, പങ്കെടുക്കും. അല്ല, അതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് ആ മീറ്റിംഗിൽ. അതല്ല തെറ്റാ. പോലീസ് ഇപ്പോൾ 2-3 ദിവസമായി ഇവിടെ തന്നെയാണുള്ളത്. പിന്നെ എത്താൻ വൈകി എന്ന് പറയാൻ പോലീസ് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളിപ്പോ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് ചോദ്യം ഉത്തരം ചെയ്യില്ല, അത് ശരിയല്ലല്ലോ. അതിനൊക്കെ മർദ്ദനത്തൊക്കെ കേസുണ്ടാവും, കൃത്യമായ കേസുണ്ടാവും.